കിണറ്റിന്റെ മോട്ടറൊന്നും ചെയ്യില്ല. ഫാനിന്റെ മോട്ടർ, മോട്ടർ. അതൊക്കെ വേണ്ടി. എത്ര വർഷമായിട്ട് ഇത് നടത്തുന്നു? ഇത് തുടങ്ങിയിട്ട് 10-15 വർഷമായി. പക്ഷെ ഇവിടെ വന്നിട്ട് 6 മാസമേ ആകും. എന്റെ കട സർക്കാർ റോഡ് വികസനത്തിലേക്ക് വേണ്ടി എടുത്തപ്പോ ഇങ്ങോട്ടേക്ക് മാറി. റോഡ് വികസനത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ഒരാളാണ്. കാശ് കിട്ടി? കാശ് കിട്ടിയില്ല. നമസ്കാരം. നമ്മളിപ്പോൾ അരുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ അരുമാനൂർ ഈ പറഞ്ഞ പോലെ കാഞ്ഞിരംകുളത്തിനും ഒക്കെ അടുത്ത് കാഞ്ഞിരംകുളത്തുനിന്ന് പൂവാറയ്ക്ക് പോകുന്ന വഴി ഇടയ്ക്കോട്ടൊന്ന് തിരിയുമ്പോഴാണ് ഈ അരുമാനൂർ. ഇപ്പോൾ ഈ വഴി നേരെ പൂവാറിലേക്ക് നമ്മളെത്തും. അരുമാനൂർ ഒരു വിഘ്നേശ്വര ഇലക്ട്രിക്കൽസ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ ഒരുപാട് നമ്മുടെ മാർക്കറ്റുണ്ട്. വീട്ടിലുപകരണത്തിലുള്ള മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പലപ്പോഴും കേടായ ചിലരെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ റിപ്പയർ ചെയ്ത് ഉപയോഗിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇത് റിപ്പയർ ചെയ്ത് ഒരു ഇലക്ട്രിക്കൽ റിപ്പയറിങ്. എന്താണ് ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് മനു. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് റിപ്പയർ ചെയ്യുന്ന മനു എന്ന് പറയുന്ന ഒരു ചേട്ടനോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അരുമാനൂറാണ് ഈ സ്ഥലം. മിക്സി, ഗ്രൈൻഡർ, ഫാൻ, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള മോട്ടറുള്ള ഐറ്റംസ് എല്ലാം. മോട്ടറിന്റെ വൈൻഡിങ് ഒക്കെ ചെയ്യും. മോട്ടർ പ്ലംബിങ് ഇതില്ല, കിണറ്റിന്റെ മോട്ടറൊന്നും ചെയ്യില്ല. ഫാനിന്റെ മോട്ടർ, മോട്ടർ. അതൊക്കെ വേണ്ടി. എത്ര വർഷമായിട്ട് ഇത് നടത്തുന്നു? ഇത് തുടങ്ങിയിട്ട് 10-15 വർഷമായി. പക്ഷെ ഇവിടെ വന്നിട്ട് 6 മാസമേ ആകും. എന്റെ കട സർക്കാർ റോഡ് വികസനത്തിലേക്ക് വേണ്ടി എടുത്തപ്പോ ഇങ്ങോട്ടേക്ക് മാറി. റോഡ് വികസനത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ഒരാളാണ്. കാശ് കിട്ടി? കാശ് കിട്ടിയില്ല. സ്ഥലം വസ്തു ഉടമയ്ക്ക് കാശ് കിട്ടുള്ളൂ. കട നടത്തിയ ഇപ്പൊ നമ്മള് സ്വന്തം കടയല്ലായിരുന്നു. സ്വന്തം കട വേറെ കട നടത്തിപ്പോ അത് നമ്മളവിടെ വാടകയ്ക്ക് കട നടത്തുമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു കട വാടകയ്ക്ക് എടുത്ത് ഇപ്പൊ ഇവിടെ ചെയ്യുന്നു. നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഇവിടെ വരുമല്ലോ. പഴയ ആളല്ലേ, 10-15 വർഷമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ എങ്ങനെ എല്ലാവരും സാധനങ്ങളൊക്കെ കൊണ്ടുതരുന്നുണ്ട്? ഈ നാട്ടുകാരൻ തന്നെ നമ്മളെ പണ്ടേ അറിയാം. കാശ് ഇത് റിപ്പയർ ചെയ്യുന്നതിന് ചാർജും കിട്ടുമല്ലോ? ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാലും ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ തൊഴിലിതാണ്. കുടുംബം ഭാര്യയുണ്ട്, മക്കളൊന്നുമില്ല. ഇത് എവിടെ നിന്നായിരുന്നു ഇത് പഠിച്ചത്? അതോ പിന്നെ ITI എല്ലാം പോയി പഠിച്ചാണ്? കടയിൽ നിന്ന് പണ്ട് അങ്ങനെയുണ്ട് ഒരു സംവിധാനമുണ്ട്. നമ്മൾ കുറെ വിദ്യാഭ്യാസം അത്ര ശരിയല്ല എങ്കിൽ പഠിച്ച് നമ്മൾ വലിയ കളക്ടറൊന്നും ആകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞിട്ട് അടുത്തൊരു കടയിൽ പോയി നിന്ന് ഒരു പണി പഠിച്ചിട്ട് അതിനോടൊപ്പം ചേരുക, പിന്നെ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുക. അങ്ങനെ കുറേ കാലം മുമ്പ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരാളുടെ ഒരു അവസാനത്തെ കണ്ണികളിൽ ഒരാളാണ് ചേട്ടൻ. ഇപ്പൊ ഇവിടെ ഒന്നും കൂടെ ഒന്നും പഠിക്കാൻ ആരും ഇല്ലല്ലോ. ഇപ്പൊ ആരും ഇങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. പഠിക്കണമെങ്കിൽ മറ്റേ ITI പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, അവിടെ പഠിക്കാം. പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് പ്രസ്ഥാനങ്ങൾ തുടങ്ങാം. ഇതിലേക്ക് വേണ്ടി ആരും വേണ്ടില്ല. വൈൻഡിങ് ചെയ്യാനും പുതിയ മോട്ടറും ഉണ്ട്, എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങൾ കിട്ടും. അതുകൊണ്ട് കേടായാലും ഉടനെ മോട്ടോർ മാറി വയ്ക്കുക, അല്ലെങ്കിൽ മിക്സിയെ പുതിയ വാങ്ങിക്കുക. വീട്ടിൽ തന്നെ 2 കേടായതിരിപ്പുണ്ട്. കേടായി കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യണില്ല. ചെറിയ കംപ്ലൈന്റ് വന്നാലും ഒതുക്കി വയ്ക്കുക, അടുത്ത് കിട്ടുമല്ലോ. ഈ എല്ലാ സൗകര്യങ്ങളും കൂടെ. അതുപോലെ തന്നെ പ്രഷർ കുക്കറിന്റെ പണികളുണ്ട്. കുക്കറിന്റെ പിന്നെ ഇത് സേഫ്റ്റി വാൽവ് പോവുക, വാഷർ, വെയിറ്റ് സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു മൊത്തത്തിലൊരു ഇലക്ട്രിക്കൽ വർക്കിന്റെ ഒരാളാണ്. വിഘ്നേശ്വര എന്നാണ് പേര്. മനു. എല്ലാവർക്കും എല്ലാവരും എന്താ കളിക്കുന്നു? മനു. വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ ഇതല്ലാതെ? രാവിലെ വരിക, കടയിൽ ഇരിക്കുക, എന്തെങ്കിലും പണി ചെയ്യുക. ഇതിന്റെ എന്തായിരുന്നു പണി? അല്ല, ഇതിനെന്തോ കംപ്ലൈന്റ്? മാറ്റിയോ? സെറ്റ് ചെയ്തു. ഇനിയിപ്പോ വർക്ക് ചെയ്യും. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇല്ല, ശരിയായിരിക്കും. നമുക്ക് പിന്നെ പറയണമല്ലോ. ഞാനാണ് ഇത് തന്നതെങ്കിൽ ഇപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് വാങ്ങിക്കുന്ന പോലെ പറയുന്ന കള്ളമാണെന്ന് പറയുന്നത് അല്ലേ? നീ അതിന്റെ ഇത് പിടിപ്പിക്കണം അല്ലെ? ബ്ലേഡ് കപ്പ് പിടിപ്പിക്കണം. അത് പിടിപ്പിക്കാണ് അടുത്തത്. നമുക്ക് കാണുകയും ചെയ്യാം. നമ്മളിവിടെ സംസാരിക്കുന്നതിനിടെ ഒരു പണി തീർന്നു. ഇതൊക്കെ ചെറിയ പണിയായിരിക്കും. ഇത് വേറെ ചിലരാണെങ്കിൽ അവിടെ ഇട്ടേക്കും. അതെ. ഇതിന്റെ പാർട്സ് ഒക്കെ നമുക്ക് എവിടെ കിട്ടും?
ബസ് ചാലയിൽ പോവും. ഹോസ്റ്റൽ കടയാണ്. ആ അത് സെറ്റായി. ഇത്രയുള്ള പരിപാടി. അപ്പോൾ അത് ക്ലീനായി. ഇപ്പോൾ ഒരു മിക്സി എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ട്? എത്ര വർഷം നിൽക്കും? എത്ര വർഷം? ഇപ്പോഴത്തെ മിക്സിയൊക്കെ കൂടുതൽ കാലം കഴിക്കില്ല. പഴയ മിക്സിയാണെങ്കിൽ ഒരു 7 വർഷമൊക്കെ നന്നായിട്ട് കിടക്കും. ആയിട്ടല്ലാലും കൂടുതൽ പോകും. ഇപ്പോഴത്തെ മിക്സിയൊക്കെ ആണെങ്കിൽ ഒരു 2-3 വർഷം അത് മാറ്റിക്കോളുക. അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് പുതിയ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാലും പോകും അല്ലേ? അപ്പോൾ എന്തായാലും ചേട്ടാ സന്തോഷം. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ ഇങ്ങനെ കാണാത്ത ചില കൗതുക കാഴ്ചകൾ ഇതല്ല. ഇപ്പോൾ ഓരോരുത്തർ ചില റിപ്പയർ കൊണ്ടുവരാൻ ഇതൊന്ന് മിക്സി ഒന്ന് റെഡിയാക്കി പോയി എന്ന് പറഞ്ഞ് തന്നിട്ട് അങ്ങ് പോവുകയാണ്. ഇതെങ്ങനെ ഇവിടെ ശരിയാകുന്നു, ആര് ശരിയാക്കുന്നു, അതൊന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചേട്ടനെ കണ്ടപ്പോൾ ഇതിങ്ങനെ ഇന്ന് ഒറ്റയ്ക്ക് ഇന്ന് പണിയുന്ന ഒരാളെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകം. ഇതെന്താണ് ഇവിടെ ഒറ്റയ്ക്ക് ഇന്ന് പണിയുന്നത് കാരണം കാണണമല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അരുമാനൂർ വഴി പൂവാർ വഴി ഞങ്ങളിങ്ങനെ പോവും. ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ടുപോവുക, ഓരോ ആളുകളെ കണ്ടുപോവുക. അപ്പോൾ ഒരു മിക്സി റിപ്പയർ അതാണ് ഈ പറഞ്ഞ പോലെ. ഇനി ഇതിന് ശേഷം ചേട്ടന് ശിഷ്യന്മാരൊന്നും ഇല്ലാത്തിടത്തോളം കാരണം അടുത്ത തലമുറ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ചേട്ടനെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഞങ്ങളോട് സംസാരിച്ചാലും ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര തുടരുന്നത്. നമുക്ക് നാളെ കാണാം. എല്ലാവരും ഒപ്പം ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് സുഹൃത്തുക്കളെ അറിയിക്കണം.